ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ ആർട്ടസ്റ്റോടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2-3 ദിവസം മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു എക്സ്ചേഞ്ച് പരിചയപ്പെടുത്തി. ലെവറേജ് ട്രേഡിംഗ് ആണ് അവരുടെ മെയിൻ ട്രേഡിംഗ് രീതി. അവര് ക്രിപ്റ്റോയിൽ മാത്രമല്ല കൊമോഡിറ്റീസ്, അതുപോലെ ഫോറക്സ്, പിന്നെ ഇൻഡിസീസ് ഇതിലൊക്കെ ട്രേഡ് ചെയ്യുന്നുണ്ട് ലെവറേജ് ഉപയോഗിച്ചിട്ട്. പ്രൈം എക്സ്ബിടി എന്നായിരുന്നു എക്സ്ചേഞ്ചിന്റെ പേര്. അതിന് നമുക്ക് നമ്മുടെ മെമ്പേഴ്സിനായിട്ട് തനിയായിട്ട് ഒരു ക്യാമ്പയിൻ ഒക്കെ അവർ തന്നിരുന്നു. അതായത് നമ്മുടെ ആരെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ 50% എക്സ്ട്രാ ട്രേഡിംഗ് ബോണസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾക്ക് ലെവറേജ് ട്രേഡർ, എക്സ്പീരിയൻസ്ഡ് ലെവറേജ് ട്രേഡർ ആണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് സൈൻ അപ്പ് ചെയ്തിട്ട് അതിൽ നന്നായിട്ട് യൂസ് ചെയ്യണം. കാരണം അവർ ഹൈ സെക്യൂർഡോ അതേപോലെ തന്നെ ഹൈ വോളിയൂമിൽ ഹൈ ലിക്വിഡിറ്റിയോടെ ട്രേഡ് ചെയ്യുന്ന നല്ലൊരു ലെവറേജ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം തന്നെയാണ് PrimeXBT എന്ന് പറയുന്നത്. അവർ ഏകദേശം ഇന്നത്തെ 24 മണിക്കൂറിൽ മാത്രം $1.5 ബില്യൺ വർത്തായിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട്. അപ്പൊ നല്ല രീതിയിൽ ട്രേഡിംഗ് വോളിയൂം ഉള്ള നല്ലൊരു ലെവറേജ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം തന്നെയാണ് XBT എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ലെവറേജ് ട്രേഡിംഗ് എന്ന് പറഞ്ഞ രീതി കംപ്ലീറ്റ്ലി എക്സ്പീരിയൻസ് ഉള്ള നന്നായിട്ട് ചാർട്ട് അനലൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം വേണ്ടിയുള്ളതാണ്. ബിഗിനേഴ്സിന് ഒരിക്കലും ഞാൻ റെഫറും ചെയ്ത് കൊടുക്കില്ല, ചെയ്യാനും പറയില്ല. കാരണം അത്രയും അധികം കോംപ്ലിക്കേറ്റഡ് ആണ് ലെവറേജ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഇട്ട പൈസ മൊത്തത്തിൽ അങ്ങോട്ട് ഒലിച്ചു പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് കറക്റ്റ് ടൈമിൽ നമ്മൾ ട്രേഡ് ചെയ്തില്ലെങ്കിൽ. അപ്പോൾ ബിഗിനേഴ്സിന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ബിഗിനേഴ്സിന് നമുക്ക് PrimeXBTയിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. അതിനാണ് കോവെസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ അവർ അതിന് കൊടുത്തേക്കുന്നത്. അതായത് കോവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിൽ ഓൾറെഡി വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രേഡേഴ്സ് ഉണ്ട്. നല്ല ട്രാക്ക് റെക്കോർഡും, അതായത് പ്രൂവൺ ട്രാക്ക് റെക്കോർഡ്സ് ഉണ്ട്. അതായത് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിൽസ് അതിൽ കാണാം. നമുക്ക് വൺസ് ലാപ്ടോപ്പിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ബിഗിനേഴ്സിനും ഈ ഒരു കോവെസ്റ്റിംഗ് എന്ന് പറഞ്ഞ ടെക്നിക്കിലൂടെ ഫണ്ട് ഇട്ടിട്ട് ലെവറേജ് ട്രേഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർ നോക്കിക്കോളും. ഒരു മാനേജർ എന്ന രീതിയിൽ നമ്മൾ കൊടുത്ത ഫണ്ട് ഉപയോഗിച്ച് അവർ ട്രേഡ് ചെയ്തിട്ട് നമുക്ക് പ്രോഫിറ്റ് തരുന്നു. പക്ഷേ ഈ ഫണ്ട് നമ്മൾ നേരിട്ട് അവർക്ക് കൊടുക്കല്ലേ ചെയ്യുന്നത്. അവരുടെ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഓൾറെഡി കോവെസ്റ്റിംഗ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ഈ PrimeXBTയിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്ട്രാറ്റജീസ് നമ്മൾ ഫോളോ ചെയ്തിട്ട് നമ്മുടെ ഫണ്ടായിരിക്കും ഇടുന്നു. അപ്പൊ അതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ട്രേഡിംഗ് നടക്കണമെന്ന് വേണമെങ്കിൽ പറയാം. ജസ്റ്റ് നമ്മൾ റിസ്ക് ഒന്നും എടുക്കണ്ട, നമ്മൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്യണ്ട. അപ്പോൾ നമ്മുടെ ഒരു വലിയ ഫണ്ട് ഉണ്ട്, നമുക്ക് ആ ഫണ്ട് വെച്ച് ട്രേഡ് ചെയ്യാൻ ലെവറേജ് ട്രേഡ് ചെയ്യാൻ റെഡിയാണ്. ലെവറേജ് ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, പോയാൽ പോട്ടെ എന്നുള്ള ഫണ്ട് മാത്രമേ അതിൽ ഇടാൻ പറ്റുള്ളൂ. കാരണം അത്രയും റിസ്ക് ഉള്ള ഒരു ട്രേഡിംഗ് രീതിയാണ് ലെവറേജ് ട്രേഡിംഗ്. അതേപോലെ തന്നെ അത്രയും പ്രോഫിറ്റും കൂടുതലാണ് ലെവറേജ് ട്രേഡിംഗ്. അപ്പൊ ആ രീതിയിൽ മാത്രം നിങ്ങൾ കണ്ടിട്ട് ഫണ്ട് കുറെ പൈസ കിട്ടുന്ന രീതിയിൽ വിചാരിച്ചിട്ടായിരിക്കും ഫണ്ട് കൊണ്ടുവരുന്നത്. ചിലപ്പോൾ എല്ലാം പോകും, ചിലപ്പോൾ നല്ല രീതിയിൽ പൈസയും കിട്ടും. ഞാൻ പേഴ്സണലി ലെവറേജ് ട്രേഡിംഗ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ ലോങ് ടേം ഹോൾഡർ ആണ്. പിന്നെ ഇടയ്ക്ക് സ്പോട്ട് ട്രേഡിംഗ് ചെയ്തിട്ട് ലെവറേജ് ട്രേഡിംഗ് ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് പൈസ പോയിട്ടുണ്ട്, അതുപോലെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം കിട്ടിയ പൈസ മൊത്തം അതിൽ പോവുകയും ചെയ്തു. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. ഞാൻ ബിഗിനേഴ്സിനെയും അതേപോലെ ഫ്രഷേഴ്സിനെയും ആരും ലെവറേജ് ട്രേഡിംഗ് പ്രൊമോട്ട് ചെയ്യാറില്ല. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഓൾറെഡി നന്നായിട്ട് ലെവറേജ് ട്രേഡ് ചെയ്യുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്. അവർ സ്ക്രീൻഷോട്ട്സ് ഒക്കെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ക്രിപ്റ്റോ ഡിസ്കഷൻ ഒക്കെ നന്നായിട്ട് നടക്കാറൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആക്റ്റീവ് അല്ല, കുറച്ച് ബിസി ആയിരുന്നു, ഹൗസ് ഷിഫ്റ്റിംഗ് ഒക്കെ. ഇപ്പൊ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഇപ്പോഴും കമ്പ്യൂട്ടർ ടേബിളും സെറ്റ് ചെയ്തിട്ടില്ല. ഇന്ന് വന്നിരുന്നു, അത് അൺബോക്സിംഗ് വീഡിയോ ഇപ്പൊ അത് ഒടിഞ്ഞും പോയി. അത് ഞാൻ ഓടിച്ചതല്ല, അത് ഓടിച്ചിട്ടാണ് കിട്ടിയത്. അപ്പൊ അതിന്റെ വീഡിയോ നമ്മുടെ മറ്റേ ചാനലിൽ വരുന്നുണ്ട്. അപ്പൊ എന്താണ് കോവെസ്റ്റിംഗും അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വൺസ് കമ്പ്യൂട്ടർ സ്കില്ലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ കറന്റ് അതിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടില്ല. ഞാൻ $200 അതിലിട്ടിട്ട് കോവെസ്റ്റിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അത് ഇപ്പൊ നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ ഞാൻ ഷെയർ ചെയ്യാം അതിന്റെ ഡീറ്റെയിൽസ്. അതിനുശേഷം ഒരു മാസത്തിന് ശേഷം എന്താണ് അതിന്റെ ഔട്ട്കം എന്ന് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പൊ എത്രത്തോളം നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചെയ്യാം. കാരണം അത്രയും ഹൈ സെക്യൂരിറ്റി, ഹൈ ലിക്വിഡിറ്റി, അതേപോലെ തന്നെ ട്രേഡിംഗ് വോളിയം ഉള്ള നല്ലൊരു പ്ലാറ്റ്ഫോമാണ് PrimeXBT. അതിന് തനി ഓഫേഴ്സ് നടക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് എന്താണ് ഓഫേഴ്സ് എന്നുള്ളതൊക്കെ. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് പോകാം. അപ്പോൾ ഞാൻ എൻ്റെ PrimeXBT പുതിയൊരു അക്കൗണ്ട് ലോഗിൻ ചെയ്തേക്കാണ്. ഇമെയിൽ ID, മൊബൈൽ നമ്പർ വെച്ചിട്ട് ഇതിൽ KYC ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ്, മൾട്ടിപ്പിൾ മൊബൈൽ നമ്പർ, ഇമെയിൽ IDs ഉണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മളെ തന്നെ റെഫർ ചെയ്തിട്ട് ജോയിൻ ചെയ്യുമ്പോൾ വെൽക്കം ബോണസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എമൗണ്ട് ആണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഓരോ കോയിൻ എത്ര ഇടണം, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് $350 വരെ വെൽക്കം ബോണസ് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോ ചെയ്യുമ്പോൾ, ഇതിൽ ലെവറേജ് ട്രേഡിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരിക്കലും ഒരു ഫ്രഷേഴ്സിന് പറ്റിയ പരിപാടിയല്ല ഈ ഒരു ലെവറേജ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഹൈ റിസ്ക് ആണ്, അതേപോലെ തന്നെ ഹൈപ്പർ പ്രോഫിറ്റും ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞിരുന്നു കോവെസ്റ്റിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്. അത് വാസ്റ്റ് ടോപ്പിക് എന്നല്ല, അത് ഒരുമിച്ച് മറ്റേ വീഡിയോയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. അതുകൊണ്ടാണ് തനിയൊരു വീഡിയോ ചെയ്യാന്ന് വെച്ചത്. അപ്പോൾ കോവെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഒരു എക്സ്പീരിയൻസ് ട്രേഡർ ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ട്രേഡ് ചെയ്തിട്ട് ലെവറേജ് ട്രേഡ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ ക്രിപ്റ്റോയിലായിരിക്കും, ചിലപ്പോൾ ഫോറക്സിലായിരിക്കും, ചിലപ്പോൾ കൊമോഡിറ്റീസിലായിരിക്കും. നമുക്ക് ഫുൾ ടൈം മാർക്കറ്റ് വാച്ച് ചെയ്തിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്ത് കുറേ സ്റ്റഡി ചെയ്യണം, അനലൈസിസ് ചെയ്യണം, പിന്നെ ചാർട്ട് സ്റ്റഡി ചെയ്യണം. എല്ലാം ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. കാരണം ലെവറേജ് ട്രേഡിംഗ് അത്രയും അധികം റിസ്ക് ഉള്ള ട്രേഡിംഗ് ആണ്, അത്രയും പ്രോഫിറ്റും കിട്ടുന്നുണ്ട്. ഈ കോവെസ്റ്റിംഗ് എന്ന് പറഞ്ഞ ടെക്നിക്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ബിഗിനർ ആണെങ്കിൽ നമുക്ക് ഏതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം നമുക്ക്
നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു കോവെസ്റ്റിങ്ങിലൂടെ വലിയ ട്രേഡേഴ്സ് ഉണ്ടാവും. ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ട്രേഡേഴ്സ് വലിയ എമൗണ്ട്സിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെന്നല്ല ഉദ്ദേശിക്കുന്നത്. നല്ല എക്സ്പീരിയൻസ് ഉള്ള നന്നായിട്ട് ചാർട്ട് സ്റ്റഡി ചെയ്യുന്ന നന്നായിട്ട് മാർക്കറ്റ് അറിയുന്ന ട്രേഡേഴ്സ് ഉണ്ടാവും. അവരുടെ ട്രേഡിംഗ് ടെക്നിക്സ് നമുക്ക് കോപ്പി ചെയ്തിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമ്മൾ അധികം ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് ഞാൻ കാണിക്കുന്ന സ്റ്റെപ്സ് മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഫണ്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഫണ്ട് ഞാൻ ഉടനെ ആഡ് ചെയ്തിട്ട് 1 മാസത്തേക്ക് ഇതിലത്തെ ഏതെങ്കിലും നല്ലൊരാളെ നോക്കി സെലക്ട് ചെയ്ത് അവരുടെ ട്രേഡിംഗ് ടെക്നിക്സ് ഉപയോഗിച്ച് നോക്കുമ്പോൾ അധികമൊന്നുമില്ല, $200 എന്ന രീതിയിൽ ടെസ്റ്റ് എന്ന രീതിയിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടും ഞാൻ അത് ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. അപ്പോൾ ഞാൻ ഫണ്ട് ഇട്ടതിന് ശേഷം ഏകദേശം 1 മാസത്തോളം നല്ലൊരു ട്രേഡറെ സെലക്ട് ചെയ്തിട്ട് അയാളെ ഫോളോ ചെയ്ത സ്ട്രാറ്റജീസിലൂടെ നമുക്ക് ലാഭം ഉണ്ടോ നഷ്ടമുണ്ടോ എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. വലിയ എമൗണ്ട്സ് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങളെയും ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ നമ്മുടെ കാശ് എടുത്തിട്ട് ഇവർക്ക് ട്രേഡ് ചെയ്യാൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് PrimeXBT ത്രൂയിലൂടെ മാത്രം അവരുടെ ടെക്നിക്സ് നമ്മുടെ അക്കൗണ്ടിലൂടെ അപ്ലൈ ചെയ്യാവുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ കാശ് പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. PrimeXBTയിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇവരുടെ കഴിഞ്ഞ 24 മണിക്കൂർ വോളിയം തന്നെ നോക്കി കഴിഞ്ഞാൽ 1 ബില്യന് മേലെ ട്രേഡിംഗ് ഇതിൻ്റെ ഉള്ളിൽ നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഹൈ സെക്യൂരിറ്റി ഉണ്ട്. പിന്നെ നല്ല വെൽക്കം ബോണസ് തരുന്നുണ്ട് നമുക്ക് ട്രേഡിങ്ങിന് $350. ഇതല്ലാതെ എൻ്റെ അടിയിലുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് കയറിയിട്ട് ആ കോഡ് ഉപയോഗിക്കണതിന് 50% വേറെയും ട്രേഡിംഗ് ഡെപ്പോസിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ കോവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രാക്ക് റെക്കോർഡ്സ് ഉള്ള ട്രേഡേഴ്സിൻ്റെ സ്ട്രാറ്റജീസ് നമ്മുടെ ഫണ്ടിലേക്ക് അപ്ലൈ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഓൾറെഡി നോക്കിക്കഴിഞ്ഞാൽ ഈത്ത്മാൻ എന്നൊരാളാണ് ഫസ്റ്റ് കിടക്കുന്നത്. അപ്പോൾ ഇതിൽ അയാളുടെ പ്രോഫിറ്റ് 24,513% ആണ്. ഇന്ന് 0.003 39 ദിവസമായിട്ടുള്ള ആക്റ്റീവായിട്ട് 896 ഫോളോവേഴ്സ് ഉണ്ട്. അയാളുടെ പെർഫോമൻസ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈത്ത്മാൻ എന്നുള്ള ആളുടെ പോർട്ട്ഫോളിയോ നോക്കി നോക്കാം. അയാളുടെ ടോട്ടൽ പ്രോഫിറ്റ് ഞാൻ പറഞ്ഞത് 24,525. ഇന്നത്തെ 0.08 ആയി മാറിയിട്ടുണ്ട് 0.3. അയാളുടെ equity 1.15 BTCക്ക് തുല്യമായിട്ടുള്ള ഷെയറാണ് ആളുടെ ഉള്ളത്. അയാൾ ഫോളോവേഴ്സിന് 33 BTCക്ക് അടുത്ത് വരുന്നുണ്ട്. അതായത് $1 മില്യൺ അടുത്ത് വരെയുള്ള ഫണ്ട് ഇയാളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഉപയോഗിക്കുന്നുണ്ട്. 39 ദിവസമായിട്ടുള്ളൂ അയാൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. അയാളുടെ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്, അയാളുടെ റേറ്റിങ്ങിനുള്ള കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 0.5 BTC ഉള്ളവർക്ക് മാത്രമേ ഒരു സ്റ്റാർ കിട്ടത്തുള്ളൂ ഓവർ ദ പാസ്റ്റ് 60 ഡേയ്സ്. ലാസ്റ്റ് 30 ദിവസത്തിന് അറ്റ്ലീസ്റ്റ് 70% മേലെ ഇയാൾ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡ്സ് നടത്തിയിട്ടുണ്ട്. 3rd സ്റ്റാർ കൊടുത്തേക്കുന്നത് ലാസ്റ്റ് 30 ദിവസത്തിനുള്ള ടേൺ ഓവർ 50 BTCയുടെ മുകളിൽ വരെ ഇയാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പോർട്ട്ഫോളിയോ ആണ് ആൾക്കുള്ളത്. പക്ഷേ അവരുടെ 39 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇയാളെ ഫോളോ ചെയ്യുന്നുണ്ടാവില്ല. അയാളുടെ കംപ്ലീറ്റ് ട്രാക്ക് റെക്കോർഡ് കൊടുത്തിട്ടുണ്ട്. അയാൾ സ്റ്റാർട്ട് ചെയ്തത് ജൂൺ 5-ാം തീയതി മുതലാണ്. അവിടെ നിന്ന് ഓരോ ദിവസം ഉണ്ടാക്കിയ പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അയാൾ ഡെയിലി ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. നല്ലൊരു രീതിയിൽ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഇയാൾക്ക് കമ്മീഷൻ എന്ന രീതിയിൽ തന്നെ വലിയൊരു എമൗണ്ട് പോകുന്നുണ്ടാവും കേട്ടോ. ഇയാൾ നല്ലൊരു ട്രേഡറാണ്, നല്ല സ്ട്രാറ്റജി ഉണ്ട്. അപ്പോൾ ഇയാളുടെ സ്ട്രാറ്റജീസ് കോപ്പി ചെയ്യണതിന് നമുക്കൊരു ചെറിയ ചാർജ് ഞാൻ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അതായത് നമ്മുടെ പ്രോഫിറ്റ് നിന്നാണ് ആ ചാർജ് പോകുന്നത് കേട്ടോ. 22,000 24,000. ഇപ്പോൾ ഈ ഇന്നലെയും ഇന്നുമായിട്ട് ആൾ 24,500% പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ലെവറേജ് വെച്ചിട്ടാണ് ഇത്രയും പ്രോഫിറ്റ് കിട്ടുന്നത്. അയാളുടെ സോഷ്യൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് PrimeXBTയുടെ. ചിലർ ട്വിറ്റർ പ്രൊഫൈലും കൊടുക്കാറുണ്ട് കേട്ടോ. പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രോഫിറ്റബിലിറ്റി ലാസ്റ്റത്തെ ബൈ മന്ത് കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റത്തെ ഒരു മാസം, ലാസ്റ്റ് മാസം അയാൾക്ക് 9,964% പ്രോഫിറ്റ്. ഈ മാസം പ്ലസ് 144. ബൈ ഡേയ്സ് നോക്കുകയാണെങ്കിൽ ഓരോ ദിവസം പ്രോഫിറ്റ് നഷ്ടം ഉണ്ടാക്കിയത് കാണിക്കുന്നുണ്ട്. ചുമപ്പ് കാണിക്കുന്ന നഷ്ടം കേട്ടോ. അപ്പോൾ ജൂൺ 15-ാം തീയതി -4% നഷ്ടം ഉണ്ടായിരുന്നു, +71. കൂടുതലും പ്രോഫിറ്റ് ആണ് ആൾ. എന്നാലും 5 ട്രേഡ്സ് നടത്തുമ്പോൾ ഒരെണ്ണം ലോസിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ വലിയ ലോസ് അല്ല. പക്ഷെ പ്രോഫിറ്റ്സ് ഉണ്ടാക്കുമ്പോൾ വലിയ രീതിയിൽ പ്രോഫിറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. പ്രോഫിറ്റബിലിറ്റി ഡേയ്സ് 7 ഡേയ്സ് ആണ്. ലാസ്റ്റ് 30 ഡേയ്സിൽ 1,443% ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വിൻ റേഷ്യോ 80% ഇയാളുടെ വിൻ റേഷ്യോ. ലാസ്റ്റ് 30 ദിവസത്തിൽ 78.95. അത് നല്ലൊരു വിൻ റേഷ്യോ ആണ്. അപ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇയാളെ ഫോളോ കൊടുത്തു കഴിഞ്ഞാൽ ഐ കൺഫേം കൊടുക്കുക. റിസ്കിനെ കുറിച്ചാണ്. കാരണം ഞാൻ പറഞ്ഞു ലെവറേജ് ട്രേഡിംഗ് ഹൈ റിസ്കി ഉള്ളതാണ്. ഇത് സ്ട്രാറ്റജി ആസ് മാക്സിമം ക്യാപ്പ് ഓഫ് ഫോളോയിങ് ഇക്വിറ്റി. അപ്പോൾ ഇയാളെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. ഇയാളുടെ മാക്സിമം എത്തിക്കഴിഞ്ഞു ഇക്വിറ്റിയിൽ. അപ്പോൾ നമ്മൾ വേറെ ആളെ ഫോളോ നോക്കേണ്ടി വരും. അപ്പോൾ നല്ല ട്രേഡേഴ്സിൻ്റെ ഇത് പെട്ടെന്ന് ഫില്ലായി പോകും. ഈ 3 സ്റ്റാർ നല്ല റേറ്റിംഗ്സ് ഉള്ള ആൾക്കാർ ഓൾറെഡി ഫില്ലായിട്ടുണ്ട്. ഞാൻ ചുമ്മാ റാൻഡം ആയിട്ടൊരാളെ, ഇയാൾ MCP ഓയിൽ, അപ്പോൾ ഇയാൾ കൊമോഡിറ്റീസിലാണ് ട്രേഡ് ഉണ്ടാവുക. ഇയാൾ ബിറ്റ്കോസോറോസ് എന്ന് പറയുമ്പോൾ ബിറ്റ് കോയിനിലായിരുന്നു ട്രേഡ് ഉണ്ടാവുക. പേര് വെച്ചിട്ട് ഞാൻ പറയുന്നത് കേട്ടോ, അത് കറക്റ്റ് ആവണമെന്നില്ല. ഇയാൾ USDTയിലാണ് ചെയ്യുന്നത്. ഫോളോ കൊടുത്തിട്ട് അയാളുടേത് മിനിമം 50 USDT ആണ് മിനിമം വേണ്ടത് അയാൾക്ക് കൊടുക്കുക. മാനേജർ ഫ്രീ ഫ്രം പ്രോഫിറ്റ് 20% അയാൾക്ക് പോകും പ്രോഫിറ്റ് നിന്ന്. പ്ലാറ്റ്ഫോം ഫ്രീ ഫ്രം പ്രോഫിറ്റ് 20%. അപ്പോൾ ഫീസ് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ
നമുക്ക് ഇവരുടെ COV എന്ന് പറഞ്ഞ ടോക്കണിൽ ഡെപ്പോസിറ്റ് ചെയ്ത് നമ്മുടെ ഫീസ് കുറയും. അതിന് $3000 വർത്തായിട്ടുള്ള COV ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ട്രേഡിംഗ് ഫീ ഡിസ്കൗണ്ട് 10% കുറയും, 20% കുറയും, 30% കുറയും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടി അയാൾ എടുക്കുകയാണ്. ഞാൻ ആ ഫീയുടെ സ്ട്രക്ചർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ MCPOL ഫോളോ കൊടുത്തിട്ട് അയാൾക്ക് $50 മിനിമം അയാളുടെ ട്രേഡിംഗ് ടെക്നിക്സിൽ നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടത്. $50 ഇട്ടിട്ട് കൺഫേം കൊടുത്തിട്ട് ഫോളോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ട് അതിലേക്ക് പോയിട്ട് അയാൾ അത് വെച്ചിട്ടാവും ട്രേഡിംഗ് നടക്കുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് നമുക്ക് വന്നുകൊണ്ടിരിക്കും. നഷ്ടം വന്നാൽ നഷ്ടം നമ്മുടെ കാശ് പോവുകയും ചെയ്യും. അപ്പോൾ ഹൈ റിസ്ക് ഹൈ പ്രോഫിറ്റ് ആണ് ഈ ഒരു ലെവറേജ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ബിഗിനേഴ്സിന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാത്തൊരു രീതിയാണ് ഈ ലെവറേജ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ബിഗിനേഴ്സിന് പോയാലും കുഴപ്പമില്ല എന്ന രീതിയിലുള്ള ഫണ്ട് മാത്രമേ നിങ്ങൾ ഈ ലെവറേജ് ട്രേഡിംഗിൽ പഠിക്കാനായിട്ട് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലിട്ടിട്ട് കോവേസ്റ്റിങ്ങിലൂടെ അവർ ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ്സ് ഉണ്ടാക്കി തരും. പ്രോഫിറ്റ്സ് കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ്സ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നല്ല ആൾക്കാരെ ഈ ഒരു റേറ്റിംഗ്സ്, അതേപോലെ തന്നെ അവർ എത്ര പേര് ഫോളോ ചെയ്യുന്നുണ്ട്, അവർ ആക്റ്റീവ് ഡേയ്സ് നോക്കുക, അവർ മാനേജ് ചെയ്യുന്ന ഫണ്ടിന്റെ വോളിയം നോക്കുക, അതൊക്കെ നോക്കിയിട്ട് മാത്രം വെർട്ടിക്കൽ ട്രേഡിംഗ് സ്ട്രാറ്റജി കോപ്പി ചെയ്യുക. അപ്പോൾ അതിൽ തന്നെ ഈ ടിക്ക് മാർക്ക് ഉള്ളത് കുറച്ചുകൂടി ബെറ്റർ. അവർ ID വെരിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്ട്രാറ്റജി മാക്സിമം എത്തിക്കഴിഞ്ഞാൽ ഈ I ബട്ടൺ കാണും. അപ്പോൾ അതിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി കൂടുതൽ ആൾക്കാരെ അവരുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി കോപ്പി ചെയ്യാൻ പറ്റില്ല. ട്രേഡേഴ്സ് അവരുടെ ഇക്വിറ്റിയുടെ ഇത് കൂട്ടണം. അപ്പോൾ അത് മിക്കവാറും അത് അവരുടെ ID വെരിഫിക്കേഷൻ, അവരുടെ എമൗണ്ട് ഓഫ് BTC ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനൊക്കെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പോവുക, എല്ലാ കാര്യങ്ങളും സെർച്ച് ചെയ്യുക. നമ്മളിൽ ബിറ്റ് കോയിൻ ആണെങ്കിൽ ഈ BTC ഉള്ള ആൾക്കാരിൽ ഫോളോ ചെയ്തിട്ട് ബിറ്റ് കോയിൻ കൊടുക്കാം. USDT ആണെങ്കിൽ നമ്മുടെ USDT കൊടുക്കണം. USDC ആണെങ്കിൽ USDC കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ആൾ നമ്മൾ ഇട്ട കറൻസി ആണെന്ന് കൂടി നോക്കണം കേട്ടോ. നമ്മുടെ ഇതിൽ BTC ഇട്ടിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഈ USDC ഉള്ള ആളെ സെലക്ട് ചെയ്താൽ നമുക്ക് ആൾക്ക് USDC കൊടുക്കാൻ പറ്റില്ല. അതിന് നമുക്ക് ഇവിടെ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ നോക്കട്ടെ കേട്ടോ. എക്സ്ചേഞ്ച് ഉണ്ട്. അപ്പോൾ എക്സ്ചേഞ്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് BTC USDC ആക്കിയിട്ട് വേണം USDCയിൽ ഇടുന്ന ആൾക്കാർക്ക് കൊടുക്കാനായിട്ട്. പിന്നെ ഇതല്ലാതെ ജോയിൻ കോവെസ്റ്റിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഇതായി നിങ്ങൾക്ക് ഇവരുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. കൂടുതൽ ഡീറ്റെയിൽസ് അതുപോലത്തെ ഡിസ്കഷൻസ് ഒക്കെ അതിലുണ്ടാവും. അപ്പോൾ ഇത് കോവെസ്റ്റിങ്ങിൻ്റെ മെയിൻ ഭാഗമാണ്. അത് കഴിഞ്ഞിട്ട് പോർട്ട്ഫോളിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കറണ്ട് പോർട്ട്ഫോളിയോ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. കറണ്ട് ഹോൾഡിങ്സ് എത്രയാണ്, നമ്മൾ ആരൊക്കെ ഫോളോ ചെയ്യുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വരും. പിന്നെ ഹിസ്റ്ററി, നമ്മൾ ഫോളോ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്ത ഹിസ്റ്ററി ഒക്കെ ഡീറ്റെയിൽസ് വരും. പിന്നെ മൈ സ്ട്രാറ്റജി, ഇപ്പോൾ നമ്മൾ നല്ലൊരു എക്സ്പീരിയൻസ് ട്രേഡർ ആണെങ്കിൽ നമുക്ക് ഇതിൽ നമ്മുടെ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് ഇതേപോലെ നമ്മുടെ ഈ ഒരു റേറ്റിംഗ് സെക്ഷനിലേക്ക് വരാൻ പറ്റും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ നമ്മൾ ഫോളോ ചെയ്തിട്ട് നമ്മുടെ സ്ട്രാറ്റജി കോപ്പി ചെയ്യുമ്പോൾ അവരുണ്ടാക്കുന്ന പ്രോഫിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് നമുക്കും കിട്ടും. അപ്പോൾ നിങ്ങൾ നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലെവറേജ് ട്രേഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും റെഫറലല്ലാണ്ട് ഈ ഒരു രീതിയിലും അഡീഷണൽ ആയിട്ട് ഇൻകം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അടുത്തത് ഈൽഡ് അക്കൗണ്ട്. അപ്പോൾ earn up to 35 ഇൻട്രസ്റ്റ് ഓൺ യുവർ ക്രിപ്റ്റോ. കോവെസ്റ്റിംഗ് ഈൽഡ് അക്കൗണ്ട്സ് വിൽ ബി ലോഞ്ച്ഡ് ഇൻ Q3. അപ്പോൾ ലോഞ്ച് ചെയ്തിട്ടില്ല, ലോഞ്ച് ചെയ്തതിന് ശേഷമാണ്. പിന്നെ മൈ COV എന്ന് പറയുന്നത് ഇവരുടെ COV ടോക്കൺസ് നമ്മൾ സ്റ്റേക്കിങ്ങിന് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ട്രേഡിംഗ് ഫീസ് കുറയും. അപ്പോൾ അതിൻ്റെ എത്രത്തോളമാണ് അതിന് സ്റ്റേക്കിങ്ങിന് വേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. $3000 വർത്ത്, $10,000 വർത്ത്, $50,000 വർത്ത് ഇൻ COV എന്നൊക്കെ പറയുമ്പോൾ 30% ട്രേഡിംഗ് ഫീ ഡിസ്കൗണ്ട് കിട്ടും. പ്രോഫിറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ട്രേഡിംഗ് സ്ട്രാറ്റജി പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 5% എക്സ്ട്രാ പ്രോഫിറ്റ് ഷെയറിങ് കിട്ടും. പിന്നെ അൺലിമിറ്റഡ് ആണ് നിങ്ങളുടെ ഇൻഡിവിജ്വൽ ഫോളോയിങ് ലിമിറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ ചിലർക്ക് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങളൊരു ട്രേഡർ ആണെങ്കിൽ ഇത്ര ആൾക്കാർക്ക് മാത്രമേ നിങ്ങളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി ഫോളോ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അത് നിങ്ങൾ കൂടുതൽ COV ടോക്കൺസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2x ഇൻക്രീസ് 3x ഇൻക്രീസും അൺലിമിറ്റഡ് ഉണ്ട്. അപ്പോൾ $50,000 മേലെ COV ഒക്കെ ഉള്ളവർക്കാണ് അൺലിമിറ്റഡ് ഫോളോവേഴ്സിനൊക്കെ വയ്ക്കാൻ പറ്റും. അതേപോലെ ട്രേഡിംഗ് ഫീ ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ COV ടോക്കൺ ബേണിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ COV എന്ന് പറയുന്നത് ഒരു ERC20 ടോക്കൺ ആണ്. നിങ്ങൾക്ക് യൂണിസ്വാപ്പിന്നും കൂക്കോയിന്നും വാങ്ങാൻ പറ്റും. നല്ല രീതിയിൽ ട്രേഡ് ചെയ്യണം ആൾക്കാരുണ്ടാവും. നമ്മുടെ ചാനൽ കാണാൻ ചാൻസ് കുറവ്. ഓൾറെഡി എക്സ്പീരിയൻസ് ട്രേഡേഴ്സിനാണെങ്കിൽ നമ്മുടെ ചാനൽസ് ഒന്നും അധികം ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കൂടുതൽ ബിഗിനേഴ്സ് എന്ന രീതിയിലാണ്. അപ്പോൾ ബിഗിനേഴ്സിന് ഈ ഒരു രീതിയിൽ കോവെസ്റ്റിങ്ങിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇത് ഹൈ റിസ്ക് ആണ്, അതേപോലെ ഹൈ റിട്ടേൺസും കിട്ടും. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങൾ സ്വന്തമായി ട്രേഡ് ചെയ്യാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാനായിട്ട് ഒരു ചെറിയ എമൗണ്ട് ഇതേപോലെ കോവെസ്റ്റിങ്ങിൽ ഇട്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഏതായാലും $200 ഇടുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റും ചെയ്യാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എന്താണ് കോവെസ്റ്റിംഗ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. ഞാനിപ്പോൾ ഫണ്ടൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ തനിയൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഒരു മാസം കഴിഞ്ഞ ശേഷം, കാരണം ഒരു മാസം ടൈമെങ്കിലും വേണം നമുക്ക് എന്തെങ്കിലും കിട്ടിയോ നഷ്ടപ്പെട്ടോ എന്നൊക്കെ അറിയാനായിട്ട്. ചിലപ്പോൾ പെട്ടെന്ന് തീരും ചെയ്യും കേട്ടോ. തീർന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ ഉടനെ തന്നെ വീടും ചെയ്യാം. കാരണം നമ്മുടെ ഫണ്ട് ലിക്വിഡേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ പൈസ തീരും. അപ്പോൾ നഷ്ടം വരികയാണെങ്കിൽ ഞാൻ അതിന്റെ ഒരു വീഡിയോ ചെയ്യും. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണോ ഇല്ലയോ എന്നുള്ളതൊക്കെ കംപ്ലീറ്റ്ലി നിങ്ങളുടെ തന്നെ കയ്യിലാണ്. ഹൈ റിസ്ക്കും ഹൈ പ്രോഫിറ്റും
ഉള്ള ഒരു മേഖലയല്ല ട്രേഡിംഗ് രീതി എന്ന് വേണമെങ്കിൽ ലെവറേജ് ട്രേഡിങ്ങിന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ബിഗിനേഴ്സിന് ഞാൻ അധികം സജസ്റ്റ് ചെയ്യാത്ത ഒന്നാണ് ലെവറേജ് ട്രേഡിംഗ്. പക്ഷേ ലെവറേജ് ട്രേഡിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതേപോലെ കോവെസ്റ്റിങ്ങിലൂടെ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഫണ്ട് എടുത്തിട്ട് അവർ ട്രേഡ് ചെയ്തിട്ട് പ്രോഫിറ്റ്സ് നിങ്ങൾക്ക് തരും. നഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ നോർമൽ ലെവറേജ് ട്രേഡിംഗിൽ ഉണ്ടാവുന്ന നഷ്ടം പോലെ തന്നെയാണ്. നിങ്ങൾ എക്സ്ട്രാ ഫീസ് ഒന്നും പേ ചെയ്യില്ല, നിങ്ങൾ ഇട്ട പൈസയാണ് പോകുന്നത്. ഇത് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസോ ഒന്നുമല്ല. ഇതല്ലാതെ നമ്മൾ കുറച്ചുകൂടി ക്രിപ്റ്റോസ് മാത്രം വെച്ചിട്ടുള്ള വീഡിയോസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ഇന്ന പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് കമ്പാരിസൺ. ഇപ്പോൾ ICP എന്നൊരു പ്രൊജക്ട് ഉണ്ട്, അതെന്താണ്, നല്ലതാണോ, ഫ്യൂച്ചർ എന്താണ്, എന്റെ പ്രൊജക്ട് എന്താണെന്ന രീതിയിലൊക്കെ വീഡിയോസ് നമ്മൾ തനിത്തനിയായിട്ട് ഓരോന്ന് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ആർക്കെങ്കിലും ക്രിപ്റ്റോ കറൻസി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ ചാനൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് കൂടുതൽ ക്രിപ്റ്റോ കറൻസിനെ കുറിച്ചുള്ള ഡിസ്കഷനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ട്, നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ലെവറേജ് ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ എന്തെങ്കിലും ഉപദേശങ്ങളോ അങ്ങനത്തെ കാര്യങ്ങൾ സജഷൻസ് ഒക്കെ വേണമെങ്കിൽ അതിൽ അവർ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഞാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ആക്റ്റീവ് ആയിരുന്നില്ല, ഇനിയിപ്പോൾ വീണ്ടും ആക്റ്റീവ് ആയി തുടങ്ങണം. ഈ ഒരു കുറച്ച് ബിസി ആയിരുന്നു, ഹൗസ് ഷിഫ്റ്റിംഗ് അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കോവെസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഫീച്ചറും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഞാൻ PrimeXBTയുടെ ഫുൾ വീഡിയോയിൽ ഞാനത് കവർ ചെയ്തിട്ടുണ്ടായില്ല. അപ്പൊ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിന്റെ ലിങ്ക് കൊടുക്കാം. അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം.